ജവഹർലാൽ നെഹ്റു പോലും അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളിലും പി തോമസിൻ്റെ പുസ്തകങ്ങളിൽ നിന്നുള്ള പരാമർശങ്ങൾ കോട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലും നമുക്കറിയില്ല. പക്ഷേ ലോകം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാരണം, ഒരിക്കൽ ഞാൻ ഈ മാക്മില്ലൻ പബ്ലിക്കേഷൻസിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് ഒരു ലേഡിയെ പരിചയപ്പെടേണ്ട അവസരം ഉണ്ടായിരുന്നു. മിന്ന ഫ്രൈ എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോഴാണ് ഞാൻ ഈ നമ്മുടെ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോഴാണ് മാം എന്നോട് പറയുകയാണ്, നിങ്ങൾ പറയുമ്പോഴാണ് അദ്ദേഹം ഇന്ത്യക്കാരനെന്ന് ഞാൻ വിചാരിച്ചത്. ഐ തോട്ട് ഈസ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞത്. കാരണം ആ ശൈലി അങ്ങനെയാണ്. ഇദ്ദേഹം ഇത്ര മഹാപ്രതിഭ, അതായത് വിശ്വസാഹിത്യത്തിൻ്റെ നെറുകയിലേക്ക് ഉയർന്ന ഒരു മേലൂക്കാരൻ, ചാലക്കുടി ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ച് വളരെ ചെറിയ സാഹചര്യങ്ങളിലൂടെ വന്ന് പക്ഷേ വലിയ ലോകമറിയുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിയ ഒരു 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 മലയാളി എന്നുള്ള അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന് തന്നെ പറയാവുന്ന ഒരാളാണ് അദ്ദേഹം എന്നാണ് ഞാൻ എൻ്റെ അപ്പനിൽ നിന്നുമൊക്കെ തന്നെ കേട്ടിട്ടുള്ളത്. ഇദ്ദേഹം എഴുതിയ നിരവധി ഗംഭീരമായിട്ടുള്ള പുസ്തകങ്ങൾ, ഇപ്പോൾ വിമൻ ആൻഡ് മാരേജ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 1939 പ്രസിദ്ധീകരിച്ച അതിഗംഭീരമായിട്ടുള്ള പുസ്തകമാണ്. അതൊക്കെ ഒരു 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 ചാലക്കുടിക്കാരനാണ് അല്ലെങ്കിൽ മേലൂക്കാരനാണ് എഴുതിയെന്ന് പറയുന്നത് പോലും നമുക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം ആ ഭാഷ കണ്ടാൽ അനന്യസാധാരണമായിട്ടുള്ള ഭാഷയാണ്. ആ ഭാഷ കണ്ടാൽ നമുക്ക് ഒരിക്കലും അതൊരു സായിപ്പ് അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരൻ തന്നെ എഴുതുന്ന നിലവാരത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി പുസ്തകങ്ങൾ, മറ്റൊരു പുസ്തകമാണ് ഇന്ത്യൻ വിമൻ ത്രൂ ഏജസ്, ഇന്ത്യൻ സ്ത്രീകൾ യുഗങ്ങളിലൂടെ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള പുസ്തകം. മറ്റൊന്ന് ഇന്ത്യൻ സ്ത്രീകളും വിവാഹ സമ്പ്രദായങ്ങളും, ഇന്ത്യൻ വിമൻ ആൻഡ് മാരേജ് കസ്റ്റംസ് ഇൻ ഇന്ത്യ. വാസ്തവത്തിൽ ഞാൻ കുട്ടിക്കാലത്തൊക്കെ വളരെ ആരാധനയോടുകൂടി കേട്ടിട്ടുള്ള ഒരു പേരാണ് പി തോമസ്. ഞാൻ അദ്ദേഹത്തെ ചിത്രം കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പരിചയമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? തൃശ്ശൂർ സാഹിത്യ അക്കാദമിയുടെ തിരുമുറ്റത്താണ്. ഇവിടെ എന്താണ് കാര്യം എന്ന് ചോദിക്കാൻ ജയഫേസ്, ഇവിടെ കാര്യമുണ്ട്. ഈ സാഹിത്യ അക്കാദമി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, പ്രധാനപ്പെട്ട അക്കാദമികളൊക്കെ നമ്മുടെ സാംസ്കാരിക നഗരമായിട്ടുള്ള തൃശ്ശൂരാണ്. അതിൽ പ്രധാനപ്പെട്ട സംഭവമാണ് സാഹിത്യ അക്കാദമി. ഈ സാഹിത്യ അക്കാദമിയുടെ ഗേറ്റ് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോകുമ്പോൾ സാഹിത്യ അക്കാദമി ഹാളുണ്ട്. ഈ ഹാളിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കേരളത്തിലെ അതിവിശിഷ്ടരായിട്ടുള്ള സർഗസമ്പന്നരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെയും പ്രഗത്ഭരായ ആളുകളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഉള്ളിൽ. ഫോട്ടോ അത് എം ടി വാസുദേവൻ നായർ, അതുപോലെ പി പത്മരാജൻ തുടങ്ങി പ്രശസ്തരായ കവികളുടെയും നമ്മുടെ കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ ഒക്കെ ഫോട്ടോകൾ അകത്ത് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയുടെ ഉള്ളിലെ ഒരു ചാലക്കുടിക്കാരനുണ്ട്. നിങ്ങൾക്കറിയോ? ചാലക്കുടി മേലൂർ സ്വദേശി. കുറച്ചും കൂടി അടുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടി മേലൂർ നെറ്റിക്കാടൻ കുടുംബം, അതായത് എൻ്റെ ഫാമിലിപ്പെട്ട ഒരു സാഹിത്യകാരൻ, ട്രാൻസ്ലേറ്റർ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ മെൻ ഓഫ് അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഛായാചിത്രം അതിൻ്റെ അകത്ത് വെച്ച് ആദരിക്കുന്നുണ്ട്. ഇവിടെ ചാലക്കുടിക്കാർ പഴയ തലമുറയിൽപ്പെട്ട കുറേ പേർക്ക് അറിയാം. നമ്മുടെ സണ്ണി ഡോക്ടറുണ്ട്, ഡോക്ടർ സണ്ണി, അദ്ദേഹം ഉൾപ്പെടെയുള്ള പഴയകാലത്തെ ആളുകൾക്ക് അറിയാമായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ പുതിയ ആളുകൾക്ക് ആരും അറിയില്ല. മേലൂർക്കാർക്ക് തന്നെ വലിയ പിടിപാടില്ല. മേലൂർ പഞ്ചായത്തോ ഇനി നെറ്റിക്കാടൻ ഫാമിലിയോ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഞാനൊരു നെറ്റിക്കാടൻ ഫാമിലിയുടെ 10 കൊല്ലത്തെ നെറ്റിക്കാടൻ ഫാമിലി ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ മനുഷ്യനെ അറിയാൻ പറ്റും. ഞങ്ങളുടെ ഫാമിലി ട്രസ്റ്റിൻ്റെ ചരിത്രം ഇപ്പോൾ അതിലൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്, ഒരു പേജ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നല്ലാതെ പ്രകടമായ രീതിയിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം എവിടെയെങ്കിലും വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോഴും പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ കേരള ഗവൺമെൻറ് സാഹിത്യ അക്കാദമിയിൽ ഈ അതുല്യനായ ചാലക്കുടി മേലൂർ സ്വദേശിയുടെ പടം വെച്ച് ആദരവ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് റോസമ്മ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് പി തോമസ് നെറ്റിക്കാടൻ. പി തോമസ് നെറ്റിക്കാടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ അദ്ദേഹം തൃശ്ശൂരായിരുന്നു താമസിച്ചിരുന്നത്. ചാലക്കുടി മേലൂരിലാണ് ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസമ്മ ഡോക്ടർ ചാലക്കുടിയിലുള്ള പലർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ആദ്യം നമുക്ക് സാഹിത്യ അക്കാദമി ഹാളിലേക്കാണ് കടന്നു ചെല്ലാം. ആരാണ് ഈ പ്രതിഭാസമ്പന്നൻ എന്നുള്ളത് അറിയണ്ടേ? എൻ്റെ കുടുംബാംഗമായിട്ടുള്ള ചാലക്കുടി മേലൂർ സ്വദേശി, നമ്മുടെ പുതിയ തലമുറ അറിയാത്ത എന്നാൽ പഴയ തലമുറ അറിയുന്ന പി തോമസ് നെറ്റിക്കാടൻ എന്ന് പറയുന്ന അതുലിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. ഇന്ന് ഹാള് വേറെ പ്രത്യേകിച്ച് പരിപാടി നടക്കണില്ല. അപ്പോൾ ഞാനിത് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചാലക്കുടിക്കാരൻ തന്നെയായിട്ടുള്ള ഇവിടുത്തെ ഒരു ജീവനക്കാരനെ കണ്ടുപിടി, ജോസഫ് സോജൻ എന്നാണ് പേര്. അദ്ദേഹം വന്ന് ഈ ഹാള് പ്രത്യേകമായിട്ട് തുറന്നു തന്ന് ആ അതുല്യനായിട്ടുള്ള നമ്മുടെ ചാലക്കുടിക്കാരൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് സാധിച്ചു. ഒന്ന് നോക്കണേ, എൻ്റെ കുടുംബാംഗമായിട്ടുള്ള ആളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ പറ്റി ഒന്ന് അന്വേഷിച്ചറിയാം. നേരെ സാഹിത്യ അക്കാദമി ഹാളിലേക്ക് പോവാം. പ്രിയപ്പെട്ടവരെ, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എം ടി വാസുദേവൻ നായർ മുതൽ വൈക്കം മുഹമ്മദ് ബഷീർ, OV വിജയൻ തുടങ്ങിയ പ്രഗത്ഭരായ സാഹിത്യകാരന്മാർക്കിടയിലാണ് നമ്മുടെ ചാലക്കുടി മേലൂർ സ്വദേശി
പി തോമസ് നെറ്റിക്കാടൻ എന്ന അതുല്യ പ്രതിഭയുടെ ഛായാചിത്രം ഇരിക്കുന്നത്. മേലൂക്കാർക്കും നെറ്റിക്കാടൻ ഫാമിലി ട്രസ്റ്റിനും ഒന്നും തോന്നിയില്ലെങ്കിലും കേരള സർക്കാർ ആദരവ് നൽകുന്നതിൽ നന്ദിയും അഭിമാനവുമുണ്ട്. പി തോമസ് എന്ന അതുല്യ പ്രതിഭ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്, അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്, നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി മലയാളം ലിറ്റററി സർവേ വൈസ് പ്രസിഡന്റ്, ഡയസിഷൻ ക്രിസ്ത്യൻ മ്യൂസിയം തൃശൂർ ആൻഡ് മെമ്പർ ഓഫ് ഓതേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ ന്യൂഡൽഹി, മാനേജിംഗ് ഡയറക്ടർ ഹൊറിസോൺ പബ്ലിഷേഴ്സ് 1969, പ്രസിഡൻസ് റോട്ടറി ക്ലബ് തൃശൂർ 1972, എഡിറ്റർ ഓറിയന്റ് ടൈംസ് 1973-75. അദ്ദേഹം നിരവധി പബ്ലിക്കേഷൻസുകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ലോകോത്തര പബ്ലിക്കേഷൻസിന് കോൺട്രിബ്യൂട്ടർ ടു വേൾഡ് ബുക്ക് എൻസൈക്ലോപീഡിയോ ചിക്കാഗോ, സെയിൻറ്റ് തോമസ് ക്രിസ്ത്യൻ എൻസൈക്ലോപീഡിയോ തൃശൂർ, ഇലസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ ബോംബെ. നിരവധി ലോകോത്തര അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ലിസ്റ്റിംഗ് ഇൻക്ലൂഡ് മെൻ ഓഫ് അച്ചീവ്മെന്റ് മെൽറോസ്, ഹൂസ് ഹൂ ഓഫ് ദ വേൾഡ് ചിക്കാഗോ, 5000 പേഴ്സണാലിറ്റീസ് ഓഫ് ദ വേൾഡ് റാലി USA, ഇന്റർനാഷണൽ ഹൂസ് ഹൂ ഓഫ് ദ ഇന്റലക്ച്വൽസ് കേംബ്രിഡ്ജ് ഇംഗ്ലണ്ട്, ഓതേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ഹൂസ് ഹൂ ബർക്കേഴ്സ് പീറേജ് ലണ്ടൻ, റൈറ്റേഴ്സ് ഡയറക്ടറി മാക്മില്ലൻ, കണ്ടംപററി ഓതേഴ്സ് ഡിട്രോയിറ്റ്, ഹൂസ് ഹൂ ഓഫ് ഇന്ത്യ ബോംബെ, ഹൂസ് ഹൂ ഓഫ് ഇന്ത്യൻ റൈറ്റേഴ്സ് ന്യൂഡൽഹി, റോട്ടറി ഇന്റർനാഷണൽ ലിറ്റററി അവാർഡ് തൃശൂർ ക്ലബ് 1987. അദ്ദേഹം നിരവധി ബുക്കുകൾ രചിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അതിൽ ലണ്ടൻ ആസ്ഥാനമായുള്ള നിരവധി പ്രസിദ്ധമായ ഇംഗ്ലീഷ് ബുക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ജോർജ് അലൻ ആൻഡ് അൻവിൻ പ്രസിദ്ധീകരിച്ച ചില ബുക്കുകൾ. ഈ പ്രസാധകരാണ് ലോർഡ് ഓഫ് റിങ്സ് അടക്കമുള്ള നിരവധി പ്രസിദ്ധമായിട്ടുള്ള ബുക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പി തോമസ് എഴുതിയ ലോകോത്തര ചില കൃതികൾ. സം ഓഫ് ഹിസ് ബുക്സ് ഇൻ ഇംഗ്ലീഷ് വിച്ച് ആർ പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ ജോർജ് അലൻ ആൻഡ് അൻവിൻ, ലണ്ടൻ UK. എപ്പിക് മിത്സ് ആൻഡ് ലെജൻഡ്സ് ഓഫ് ഇന്ത്യ, ക്രിസ്ത്യൻസ് ആൻഡ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഹിന്ദു റിലീജിയൻ കസ്റ്റംസ് ആൻഡ് മാനേഴ്സ്, ചർച്ചസ് ഇൻ ഇന്ത്യ, വിമൻ ആൻഡ് മാരേജ് ഇൻ ഇന്ത്യ, ഇൻക്രെഡിബിൾ ഇന്ത്യ, കാമകൽപ, ദ ഹിന്ദു റിച്വൽ ഓഫ് ലവ്, ഇന്ത്യൻ വുമൻ ത്രൂ ദി ഏജസ്, സീക്രട്സ് ഓഫ് സ്പെൽസ്, സോഴ്സറി ആൻഡ് ദി പ്ലഷർ കൾട്സ് ഓഫ് ഇന്ത്യ, ദി സ്റ്റോറി ഓഫ് ദി കൾച്ചറൽ എംപയർ ഓഫ് ഇന്ത്യൻ colonist and foreign passionaries of ancient India, festival and holidays of India, humor with satire from Indian classics, The March of Free India, oblique views, American holiday, Kamakatha, love tales from ancient Indian classics, The death of Harijan, a syncretic history of religion. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊരു ഡോക്യുമെന്റേഷൻ വീഡിയോ ആണ്. അതായത് മറഞ്ഞിരിക്കുന്ന ഒരു മഹാപ്രതിഭയെ വെളിപ്പെടുത്താൻ വേണ്ടി ഒരു ഡോക്യുമെന്റേഷൻ. അതുകൊണ്ട് തന്നെ കുറച്ച് ദൈർഘ്യമുണ്ട്. ജവഹർലാൽ നെഹ്റു പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പി തോമസ് നെറ്റിക്കാടൻ എന്ന ചാലക്കുടിക്കാരൻ്റെ അല്ലെങ്കിൽ മേലൂക്കാരൻ്റെ പുസ്തകങ്ങളിലെ വാക്കുകൾ കോട്ട് ചെയ്ത് സംസാരിച്ചുവെന്ന് അതുല്യ പ്രതിഭയായിട്ടുള്ള ഡോക്ടർ സണ്ണി ജോർജിനെ പോലെയുള്ളവർ പറയുമ്പോൾ എനിക്കേറെ ദുഃഖമുണ്ട്. ഈ മഹാപ്രതിഭയെ അംഗീകരിക്കപ്പെടാതെ പോയതിൽ, അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ട, ഗവേഷണ കുതുകികളായ വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടവർ കാണിച്ചു കൊടുക്കാതിരുന്നതിലും അദ്ദേഹത്തെ കൃത്യമായി വരച്ചു കാട്ടുന്നതിലും ആരൊക്കെയോ മനഃപൂർവ്വം മറന്നുപോയെന്ന് സംശയമുണ്ട്. ഫാമിലി ട്രസ്റ്റ് എന്ന് പറയുന്നൊരു സംവിധാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കുന്ന സംവിധാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഫാമിലി ട്രസ്റ്റുകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഫാമിലി ട്രസ്റ്റുകൾ. ഞങ്ങളുടെ ഫാമിലിയിൽ ഇത്ര ബിഷപ്പുമാർ, ഇത്ര അച്ഛന്മാർ, ഇത്ര സിസ്റ്റേഴ്സ്, ഇത്ര മഹാപ്രതിഭകൾ, ഇങ്ങനെ പറയുന്ന ഒരു സംവിധാനമാണ് ഈ ഫാമിലി ട്രസ്റ്റ്. പക്ഷേ സ്വന്തം പൈതൃക സമ്പത്തിനെ ഭയപ്പെടുന്ന ഒരു ഫാമിലി ട്രസ്റ്റ് സംവിധാനം ഉണ്ടെങ്കിൽ അത് ഞാൻ ഉൾപ്പെടുന്ന നെറ്റിക്കാടൻ ഫാമിലി ട്രസ്റ്റ് സംവിധാനമാണെന്ന് പറയേണ്ടി വരും വളരെ ദുഃഖത്തോടെ. കേവലം ഒരു ഫാമിലി ട്രസ്റ്റിൻ്റെ കുടുംബ ചരിത്ര ബുക്കിൽ ഒതുങ്ങേണ്ട ഒരു വ്യക്തിയാണോ ഞാൻ ഇപ്പോൾ ചരിത്രം കേട്ട ഈ മഹാപ്രതിഭ? അല്ല. എന്തുകൊണ്ടോ ആരോ മറന്നുപോയി. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ക്രൈസ്തവ ഫാമിലി ട്രസ്റ്റ് സംവിധാനങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ നെറ്റിക്കാടൻ ഫാമിലി ട്രസ്റ്റ്. 1969 ഇതിൻ്റെ രൂപീകരണം. അപ്പോൾ പഴയകാല പൈതൃക സമ്പത്തിനെ ചേർത്ത് വയ്ക്കാനും അത് ഉയർത്തിപ്പിടിക്കേണ്ട സ്ഥലങ്ങളിൽ ഉയർത്തിപ്പിടിക്കാനും അത് എത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും യുവതലമുറയ്ക്ക് അത് കാണിച്ചു കൊടുക്കാനും ബാധ്യത ഈ ട്രസ്റ്റ് സംവിധാനങ്ങൾക്കുണ്ട്. പി തോമസ് മാത്രമല്ല, മേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണകർത്താക്കൾ, മേലൂർ സർവീസ് സഹകരണ ബാങ്കിന് തുടക്കം കുറിച്ചിട്ടുള്ളവർ, ഒട്ടേറെ വൈദികർ, സിസ്റ്റേഴ്സ് എന്നിവരടങ്ങുന്ന ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ഫാമിലിയുടെ പല പൈതൃക സമ്പത്തും ഉയർത്തിക്കാണിക്കുന്നതിനും പുതുതലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതിലും ആർക്കൊക്കെയോ ഭയവും എന്തൊക്കെയോ പിശുക്കുമുണ്ട് എന്ന് വളരെ ദുഃഖത്തോടെ പറയേണ്ടി വരുന്നു. നെറ്റിക്കാടൻ എന്ന് പറയുമ്പോൾ നെറ്റി എന്നാൽ തലച്ചോറെന്നാണ്. തലച്ചോറിനാൽ കാടന്മാരായി പോയോ എന്നൊരു സംശയം ഞാൻ ഉൾപ്പെടെയുള്ള ഈ കുടുംബ സംവിധാനങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ എന്നും സംശയിച്ചു പോകുന്നു. മേലൂർ ഗ്രാമപഞ്ചായത്തും ഇക്കാര്യത്തിൽ വളരെ കെടുകാര്യസ്ഥത തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു മഹാപ്രതിഭയെ മേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഗൂഗിളിൽ വിക്കിപീഡിയ നോക്കുമ്പോൾ പി തോമസിൻ്റെ പേരുണ്ട്. പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഒരു ഡോക്യുമെൻറ്റേഷൻ ഒരു കാര്യങ്ങളോ ചെയ്തിട്ടില്ല. വരും തലമുറയ്ക്ക് ഗവേഷണ കുതികളായ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് അറിവുകൾ പകരുന്ന ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ പോലും നൽകപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു എൻഡോമെൻറ്റ് കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ എന്നറിയില്ല. അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ ബുക്കുകളുടെ ഒരു ശേഖരം അവിടെ ഉണ്ടെന്ന് പറയുന്നു. അതല്ലാതെ ഈ അതുല്യ പ്രതിഭയുടെ മറ്റ് ഏത് കാര്യങ്ങളും സ്വന്തം നാടും സ്വന്തം കുടുംബവും ഒക്കെ തന്നെ, സ്വന്തം കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലൂരുള്ള ഈ ഫാമിലി ട്രസ്റ്റ് ഉൾപ്പെടുന്ന സംവിധാനങ്ങൾ ഒക്കെ മറന്നുപോയോ എന്നുള്ള ഒരു വലിയ വേദന പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തെപ്പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ സണ്ണി ജോർജാണ്. ചാലക്കുടിയിൽ നിന്നും ഐക്യരാഷ്ട്രസഭയിലേക്ക് എത്തിച്ചേർന്ന ഒരു മഹാപ്രതിഭയാണ് ഡോക്ടർ സണ്ണി ജോർജ്. SCMS കോളേജിലെ
വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറായിരുന്ന ഇദ്ദേഹം ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ മാത്രമല്ല ചരിത്രം, സംസ്കാരം, വികസനം, സാഹിത്യം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ആധികാരികമായി അറിവ് പകരാൻ കെൽപ്പുള്ള വ്യക്തിയാണ്. ചാലക്കുടിയുമായി ബന്ധപ്പെട്ട ആശയയോഗ്യമായ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ഈ മഹത് വ്യക്തിത്വം ചാലക്കുടി നഗരസഭയുടെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ കൂടിയാണ്. ഡോക്ടർ സണ്ണി ജോർജ് പി തോമസ് നെറ്റിക്കാടൻ എന്ന അതുല്യ പ്രതിഭയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിത വഴിത്താരകളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നു. അദ്ദേഹം അവസാനം എഴുതിയ ഒരു പുസ്തകമാണ് ഡെത്ത് ഓഫ് എ ഹരിജൻ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം എഴുതിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഏറ്റവും അവസാനം എഴുതിയ ഒന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 50കളിലാണ് ഡെത്ത് ഓഫ് എ ഹരിജൻ, ദളിത് സാഹചര്യങ്ങളിൽ ഉള്ള ജീവിത ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് മനോഹരമായി. അത് മുൻ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്ന് വിഭിന്നമായിട്ട് കുറച്ച് വിഭിന്നമായിട്ടാണ്, കാരണം അതൊരു നോവൽ ശൈലിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള പുസ്തകങ്ങളൊക്കെ ചരിത്രപരമായിട്ടുള്ള വിശകലനങ്ങളാണ്, അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ട് സാമൂഹ്യപരമായിട്ടൊക്കെ ഉള്ള വിശകലനങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ അദ്ദേഹം ഒരു ട്രസ്റ്റ് കൊടുത്തിട്ടുള്ള ഇപ്പോഴും ഒരു പൗരാണിക കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്ത്രീകൾക്കുണ്ടായിരുന്ന ഒരു ഉന്നത സ്ഥാനം, അല്ലെങ്കിൽ ഈ വിവാഹ രീതികളിലെ മാറ്റങ്ങൾ, പിന്നെ ഒരു മധ്യകാലഘട്ടം വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അധപതനങ്ങൾ, ലൈക്ക് ഇപ്പോൾ ബാലവിവാഹം, അല്ലെങ്കിൽ വിധവകളോടുള്ള സമൂഹത്തിൻ്റെ സമീപനം, അതുപോലെ തന്നെ മറ്റു സ്ത്രീധന സമ്പ്രദായങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 90 വർഷം മുമ്പ് ഒരു പുസ്തകം എഴുതുന്ന വ്യക്തി ഇത്ര ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം ഇത് എഴുതിയിട്ട് അദ്ദേഹം അന്ന് പോലും സ്ത്രീ മുന്നേറ്റങ്ങളെക്കുറിച്ചിട്ടും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചിട്ടും സമൂഹത്തിലെ സ്ത്രീയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതും ആ സ്ഥാനങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞു. ചരിത്രപരമായും സാമൂഹ്യപരവും സാംസ്കാരികവുമായിട്ടുള്ള വിശകലനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോവലിൻ്റെ ഒരു സ്വഭാവമല്ല ഉള്ളത്, അതൊരു അനാലിസിസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കുറച്ച് സീരിയസ് റീഡിംഗ് ഉള്ളവർക്ക് അത് മനസ്സിലാവും, അതേ താല്പര്യം ഉണ്ടാവുള്ളൂ. ഇദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ അപ്പനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്, ഇദ്ദേഹം ചാലക്കുടി സർക്കാർ ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും വളരെ മാർക്കോട് കൂടി SSLC എന്നല്ല പറയുക, 5th ഫോറം എന്ന് മറ്റോ പറയാം, അത് പാസ്സായ കാലത്ത് വീട്ടിലങ്ങനെ വലിയ പണം കൊടുത്ത് പിന്നെ പഠിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ അന്ന് ഈ പട്ടന്മാർ, അതായത് തമിഴ് സ്പീക്കിംഗ് ബ്രാഹ്മിൻസാണ് അധ്യാപകരായിട്ടുള്ളത്. ഈ ചാലക്കുടി ട്രാമ്പയിലൊക്കെ ജോലി ചെയ്യാനായിട്ട് സ്റ്റെനോഗ്രാഫർമാരൊക്കെ ആയിട്ട് വന്ന അവരുടെ 2ാമത്തെ തലമുറയൊക്കെയാണ് ഈ ഇവിടുത്തെ അധ്യാപകരൊക്കെ ആയിട്ടുള്ളത്. ഇംഗ്ലീഷൊക്കെ അവരെ പഠിപ്പിക്കുക, അത് ക്ലാസിക്കായിട്ട് പഠിപ്പിക്കും. അപ്പം അവിടുത്തെ അധ്യാപകരൊക്കെ പറഞ്ഞ് ഇവൻ ഇവിടെ നിൽക്കേണ്ട ഒരാളല്ല കേട്ടോ എന്നൊക്കെ എൻ്റെ പാപ്പനോടൊക്കെ പറഞ്ഞിട്ട്, പാപ്പനും അങ്ങനെ അന്ന് കുറച്ച് പൗരപ്രമുഖർ അതൊക്കെ കൂടി ഇദ്ദേഹത്തിന് കുറച്ച് പണമൊക്കെ സ്വരൂപിച്ച് ഇദ്ദേഹത്തെ അവർ ഡൽഹിയിൽ, അന്ന് ഡൽഹിയാണ് തലസ്ഥാനമായിട്ടേ ഉള്ളൂ, ബ്രിട്ടീഷ് ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മുടെ കൽക്കട്ടയിൽ നിന്ന് ഡൽഹിക്ക് മാറിയ കാലമാണ്. അപ്പോൾ റെയിൽവേയുടെ ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു വിൻ്ററാണ്, ആ സമയത്ത് ഒരു ജനുവരി മാസത്തിൽ ഇദ്ദേഹം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇദ്ദേഹത്തിന് മാത്രം സൂട്ടില്ല, ബാക്കി എല്ലാവരും ഇൻ്റർവ്യൂ നടക്കുമ്പോൾ സൂട്ടൊക്കെ ഇട്ട് വന്നിട്ട് ഇദ്ദേഹം മുണ്ടും ഷർട്ടും ഇട്ട് നിൽക്കുക. പക്ഷേ അപ്പോൾ ആദ്യമൊന്നും ഇദ്ദേഹത്തെ ഒരു വില കൊടുത്തില്ല അവർ. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിലൊരു മദാമ എന്തോ ഇദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഷ മനസ്സിലാവുന്നത്, അതുപോലെ ഇദ്ദേഹത്തിൻ്റെ അറിവ്. അപ്പോൾ അവർ നോട്ട് ചെയ്തു. എന്നിട്ട് അവർ ഇദ്ദേഹത്തെ മാത്രം വിളിച്ച് വീണ്ടും ഒരു ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂയുടെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തിന് റെയിൽവേയിൽ ജോലി കിട്ടുക. പിന്നെ അദ്ദേഹം ഇന്ത്യയുടെ പല ഭാഗത്തും, അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നല്ലോ, അപ്പോൾ പാകിസ്ഥാനിലെ കറാച്ചിയിലും ഇന്ത്യയുടെ പല ഭാഗത്തും അദ്ദേഹത്തിന് പിന്നെ ഉന്നത സീനിയർ ഓഫീസേഴ്സ് എല്ലാവരും ബ്രിട്ടീഷുകാരാണ്, അപ്പോൾ അവരുടെ കൂടെ ജോലി ചെയ്യാനും, അപ്പം ആ ഒരു ഭാഷാ പ്രാവീണ്യം ഒന്നുകൂടി നന്നായി. പിന്നെ അദ്ദേഹത്തിന് ലോക സാഹിത്യത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട്, കാരണം സാമ്പത്തികമായിട്ടും മെച്ചപ്പെട്ടു തുടങ്ങിയതുകൊണ്ടും, പിന്നെ അന്ന് ഈ ഇമെയിലും മറ്റേ ബാക്കിയുള്ള ഇൻ്റർനെറ്റൊന്നും ഇല്ലാത്ത കാലമല്ലേ, പക്ഷേ ആ ബ്രിട്ടീഷ് കണക്ഷൻസിലൂടെ അദ്ദേഹത്തിന് നല്ല ലോക സാഹിത്യത്തിലുള്ള വലിയ വലിയ പുസ്തകങ്ങൾ വായിക്കാനും അതിൽ പരിചയപ്പെടാനും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ സാധിച്ചു. അതൊക്കെ അദ്ദേഹത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ ചാലക്കുടിയിൽ നിന്നോ മേലൂരിൽ നിന്നോ പുറത്ത് പോയതുകൊണ്ടും, പിന്നെ അദ്ദേഹത്തിൻ്റെ രചന മുഴുവൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ നല്ല കാട്ടിയുള്ള ഗംഭീരമായിട്ടുള്ള സാഹിത്യമായതുകൊണ്ടും, പിന്നെ അദ്ദേഹം ഈ നാട്ടിലേക്ക് അധികം അറിയപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് അത്ര വലിയൊരാൾ ഉണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിത നാൾ വഴികൾ പറയുന്നൊരു എന്താണ്, അദ്ദേഹം ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനൊരു മെൻ ഓഫ് അച്ചീവ്മെന്റ് അവാർഡ് കൊണ്ട് അവാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ അദ്ദേഹം പോകുന്നതും അവിടെ എത്തിപ്പെടുന്നതൊക്കെ അതിനെപ്പറ്റി, അതായത് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകങ്ങൾക്കുള്ള ഒരു പ്രാധാന്യമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ വിമൻ ആൻഡ് മാരേജ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ആരും ചിന്തിക്കാത്തൊരു കാലഘട്ടമാണ്. സ്ത്രീ ശാക്തീകരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു നവോത്ഥാന പ്രാധാന്യം വരുന്നത്. അപ്പോഴാണ് പറഞ്ഞല്ലോ ഈ വിമൻ ആൻഡ് മാരേജ് ഇൻ ഇന്ത്യ എഴുതുന്നത് 1939 അപ്പോൾ ആ സമയത്തൊക്കെ പുരോഗമന ആശയങ്ങൾ, അതുപോലെ ഫെമിനിസം, ഇതൊക്കെ ആദ്യമായിട്ട് ലോകം കേട്ടു തുടങ്ങിയ സമയമാണ്. അപ്പോൾ കാലത്തിന് മുമ്പേ ചിന്തിച്ചൊരു മനുഷ്യൻ, അതായത് മലയാളി, നമ്മുടെ മേലൂക്കാരൻ്റെയോ ചാലക്കുടിക്കാരൻ്റെയോ
മുൻപേ ചിന്തിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലോക നിലവാരത്തിലുള്ള ചിന്തയിലേക്ക് അദ്ദേഹത്തിന് ഒരു താതാത്മ്യം പ്രാപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേംബ്രിഡ്ജിലോ അല്ലെങ്കിൽ മറ്റുള്ള പരിഷ്കൃത രാജ്യങ്ങളിലെ ചിന്താധാരകളുമായിട്ട് ഇദ്ദേഹത്തിന് ഒത്തുപോകാൻ സാധിച്ചു, ഒരേ വേവ് ലെങ്ത്തിലേക്ക് എത്താൻ സാധിച്ചു. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ മലയാളികളൊക്കെ വളരെ കുറവായിരുന്നു. മലയാളത്തിൽ പിന്നെയും സാധിക്കും, പക്ഷേ ഇംഗ്ലീഷ് ഭാഷ ഇത്ര ഗംഭീരമായിട്ട് എഴുതാൻ കഴിയുന്ന വ്യക്തികൾ കുറവായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിന് കിട്ടിയ എക്സ്പോഷർ, ആ എക്സ്പോഷർ വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ അപ്പാപ്പൻ എൻ്റെ അപ്പനോട് പറഞ്ഞു വെച്ചാൽ ഇയാളുടെ 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഇയാളുടെ ഒരു വൈഭവം, ഇയാളുടെ പാണ്ഡിത്യം ഒക്കെ കണ്ടപ്പോൾ അന്ന് അവരൊക്കെ വെച്ചാൽ ഇവനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ ഇവന് ഒരു ICS എന്ന് പറയുന്നത് ഇന്നത്തെ IAS-ൻ്റെ അന്നത്തെ ഇമ്പീരിയൽ സിവിൽ സർവീസ്, ലണ്ടനിലൊക്കെ പോയിട്ട് പാസ്സായിട്ട് വരണം, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വരെ കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു. കാരണം സാധാരണ കുട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരു കുട്ടി 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ അത്ര വൈഭവം കാണിക്കുന്ന ഒരു കുട്ടിയാണ് എന്നുള്ളത് അധ്യാപകരും നോട്ട് ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രോത്സാഹനം അന്നത്തെ കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മക്കളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇന്നത്തെ പോലെ മാതാപിതാക്കൾ കുട്ടികളുടെ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ച് കോച്ചിങ്ങിന് വിട്ടൊന്നും അങ്ങനത്തെ ഒരു കാലമല്ലല്ലോ. അപ്പോൾ ഇയാൾക്കൊരു അല്പം പ്രോത്സാഹനം കിട്ടിയാൽ സ്കൈ ഇസ് ദ ലിമിറ്റ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു ആൾക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരൊക്കെ നിർബന്ധിച്ച് നീ ഇവിടെ നിൽക്കണ്ട, നീ പുറത്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഉന്തിത്തള്ളി വിട്ടതാണ്. അത് റെയിൽവേ എന്ന് പറയുന്നത് ആ കാലത്തെ ഒരു വലിയ മേഖല തന്നെയായിരുന്നു. കാരണം ഒരു ഓൾ ഇന്ത്യ സർവീസാണ്. അത് ഒരു സിവിൽ സർവീസിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന സീനിയർ ഓഫീസർമാർ മുഴുവൻ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഒരു മേഖലയാണ് റെയിൽവേ. ആ റെയിൽവേയിൽ വന്നത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വലിയ സഹായം ചെയ്തിട്ടുണ്ട്. ഒരേ സമയം റെയിൽവേയിലെ ജോലിയും അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്ന് പറഞ്ഞ പാഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതും, പിന്നെ പുരോഗമന ആശയങ്ങളോട് ഒത്തു ചിന്തിക്കാനും പല കാര്യങ്ങളും ഇന്ത്യൻ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് അപഗ്രഥിക്കാനും വിശകലനം ചെയ്യാനും ദൂരവ്യാപകമായ മുന്നറിയിപ്പുകൾ തരാനും പറഞ്ഞില്ലേ, ഇപ്പോൾ സ്ത്രീ ശാക്തീകരണം, സ്ത്രീ വിദ്യാഭ്യാസം, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എന്നുള്ളതൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പ് പറയാൻ സാധിച്ചു എന്നുള്ളതാണ് ലോക സാഹിത്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ഇടം നേടിക്കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബം, ഭാര്യ, മറ്റു കാര്യങ്ങളെ പറ്റി? അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ പ്രശസ്തിയായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ റോസമ്മ. അതെ, അവർ തൃശ്ശൂർ വളരെ പ്രശസ്തയായ ഒരു കാലഘട്ടത്തിൽ ഒരേ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 30-40 വർഷം അവരായിരുന്നു തൃശ്ശൂരത്തെ പ്രധാന ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. വളരെ പ്രഗത്ഭയായിട്ടൊരു ഡോക്ടറായിരുന്നു. ഇദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ പഠിക്കാനും ഒക്കെ തന്നെ. ശരിക്കും സാഹിത്യ അക്കാദമിയിലൊക്കെ വെച്ചാൽ നമ്മളുടെ നാട്ടിൽ ഈ മലയാള ഭാഷയിൽ എഴുതാത്ത ആളുകളോട് എത്രത്തോളം ഒരുപക്ഷെ സാഹിത്യ ആ പന്ഥാവിലൊക്കെ അന്ന് കാലത്ത് അങ്ങനത്തെ ഒരു പ്രാധാന്യം കിട്ടാനും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് കുറച്ച്. അപ്പം അദ്ദേഹം പിന്നെ സാധാരണക്കാരന് അറിയപ്പെടാത്ത ഒരാളായിട്ട് മാറി. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നിയത് എന്തുകൊണ്ടോ ഇപ്പോൾ മേലൂർ പഞ്ചായത്തിലായാലും ചാലക്കുടി ഗവൺമെൻറ് സ്കൂളിലായാലും ഒന്നിനെ ഇത്ര മഹാനായൊരു വ്യക്തി ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട്, ഇവിടെ ജീവിച്ചു ഇരുന്നു എന്നുള്ളത് ഒരാളും പറഞ്ഞു കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും അതിന് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു ഇടപെടൽ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. തീർച്ചയായും. ഞാൻ സത്യത്തിൽ പിന്നെ മറ്റൊന്ന് ഞാൻ വിചാരിച്ചുള്ളൂ, ഇത്ര മഹത്തായുള്ളൊരു സബ്ജക്റ്റ് അതൊക്കെ പലർക്കും ഗവേഷണത്തിനൊക്കെ ഉപയോഗിക്കേണ്ട ഒരു സാധനമായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം വിമൻ ആൻഡ് മാരേജ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിമൻ ത്രൂ ഏജസ്, ഇന്ത്യൻ വിമൻ ത്രൂ ഏജസ് എന്നുള്ളതൊക്കെ മനോഹരമായ PhD തീസിസുകളൊക്കെ വരേണ്ട ടോപ്പിക്കുകളാണ്. കാരണം അതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും. കാരണം ഇന്നും ഈ 100 വർഷത്തിന് ശേഷവും ഇന്നും സോഷ്യോളജിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്ന മേഖലകളിലൊക്കെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ടോപ്പിക്കുകളാണ്. അതിൻ്റെ ആ ലിറ്ററേച്ചർ അന്ന് കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള വിശകലനങ്ങളും ഒക്കെ തന്നെ ഒരുപക്ഷെ പുസ്തക രൂപത്തിൽ മാത്രമായിരുന്നുകൊണ്ടാണ്. ഇന്നാണെങ്കിൽ അതൊക്കെ ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ ആയിട്ട് വന്നേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓക്സ്ഫോർഡ്, അങ്ങനെയുള്ള പല ആ കാലഘട്ടത്തെ ഇത്തരം മേഖലകളിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ശരിക്കൊരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ, നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് ഐഡിയോളജിയുടെയൊക്കെ തുടക്കക്കാരൻ ആ കാലത്ത്, അങ്ങനെ കാലത്തിന് മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിന്തിച്ച ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തെയാണ് അതിൻ്റെ ഒരു പയനിയർ. പക്ഷെ പലരും അദ്ദേഹം ചാലക്കുടിയിലുണ്ടായിരുന്ന ആളാണെന്നോ അല്ലെങ്കിൽ മേലൂരുണ്ടായിരുന്ന ആളാണെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. ചില ആൾ വിചാരിച്ച് ഇദ്ദേഹം ആംഗ്ലോ ഇന്ത്യൻ ആയിട്ട് വേറെ എവിടെ നിന്ന് ഉണ്ടായിരുന്നു. പേരങ്ങനെയാണല്ലോ, P. തോമസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂപം ഇപ്പോൾ ഇരിക്കുന്ന രൂപമൊക്കെ നോക്കുമ്പോൾ ശരി ഒരു ബ്രിട്ടീഷുകാരൻ്റെ പോലെ. കാരണം അദ്ദേഹത്തിൻ്റെ സർവീസ് അങ്ങനെയായിരുന്നു. അദ്ദേഹം റെയിൽവേയിൽ ഉന്നത ജോലികളിലേക്ക് വരുമ്പോൾ നമ്മൾ അന്നത്തെ സിസ്റ്റം അങ്ങനെയാണല്ലോ, ബ്രിട്ടീഷ് സിസ്റ്റമാണ്. ബാക്കിയുള്ള കൂടെയുള്ള ഓഫീസേഴ്സ് എല്ലാവരും ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലും കാര്യമായിട്ടുള്ള ആ ഒരു സാമ്യം തോന്നാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൃതികളും ഇതൊക്കെ ഡോക്ടർ പറഞ്ഞ പോലെ ഇനി പുതിയ തലമുറയ്ക്ക് ഇത്തരം ഗവേഷണ സാധ്യതയുള്ള വസ്തുതകൾ അത് സമൂഹത്തിന് ഇനിയും കൂടുതൽ ഉപകരിക്കാനായിട്ടുള്ള നാളുകൾ കടന്നു വരും
എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് ഇവിടെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ ഞാൻ എന്നോ ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചാലക്കുടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു എൻഡോമെൻ്റ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ഉണ്ട്. പുസ്തകങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ ലൈബ്രറിയിൽ കൊടുത്തായിട്ടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല അത് നമ്മുടെ ചാലക്കുടി ലൈബ്രറിയോ അല്ലെങ്കിൽ മേലൂർ പഞ്ചായത്തൊക്കെ തന്നെ ഇത്തരം മഹാനായ ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കാനും പുതിയ തലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ചെയ്യുന്നത് വലിയ കാര്യമായിരിക്കും എന്നാണ്.